ഞാന് എനിക്ക് വിസ എന്റെ ഹസ്ബൻഡിന്റെ വിസയിൽ വരാൻ വേണ്ടി നോക്കി തുടങ്ങിയ സമയത്ത് എല്ലാം എന്റെ ടീമിനോട് ഞാൻ പറയുമായിരുന്നു, ഞാൻ സൗദിയിൽ ചെല്ലട്ടെ, എന്നിട്ട് നമുക്ക് നമ്മുടെ ഒരു പ്രോഗ്രാം അല്ല സൗദിയിൽ സെറ്റ് ചെയ്യണമെന്ന്. സൗദിയിൽ ഒരു പ്രോഗ്രാമും അവതരിപ്പിക്കാത്ത, ഒരു ബേസും ഇല്ലാത്ത ഞാൻ അത് ആഗ്രഹിച്ചു. എല്ലാവരോടും പറയായിരുന്നു എനിക്ക് സൗദിയിൽ ചെന്നിട്ട് വേണം എനിക്ക് പരിപാടി ചെയ്യാനെന്നൊക്കെ. പക്ഷെ ഞാൻ വന്നിട്ട് ഇപ്പോ 1.5 ആഴ്ചയായി. പക്ഷെ പടച്ചവന്റെ അനുഗ്രഹം കൊണ്ട്, അങ്ങനെ തന്നെ പറയാം, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് എന്റെ മനസ്സിൽ ഞാനത് പറഞ്ഞ് എന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് സെറ്റായി. പെട്ടെന്ന് എനിക്കൊരു ഗ്രൂപ്പിൽ എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് മെസ്സേജ് ഇട്ട് തരാണ്, ഇങ്ങനെ ഇപ്പൊ നാളെയാണ് ക്ലാസ് ഉള്ളത് ഇവിടെ ദമ്മാമില്, ഒരു ടീമിന് ക്ലാസ് എടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടൊരു വോയിസ് ഉണ്ടായിരുന്നു. ഞാൻ ആ വോയിസ് കേട്ടോണ്ടിരിക്കുമ്പോ എന്റെ ഹസ്ബൻഡ് തൊട്ടടുത്തിരുന്ന്, അപ്പൊ എന്റെ ഹസ്ബൻഡിന് പരിചയമുള്ള ഒരു വ്യക്തിയാണ് ഇത് അയച്ചേക്കുന്നത്. അപ്പൊ തന്നെ അയക്കാനെ വിളിച്ചു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, മോളെ ഇങ്ങനെ കുറെ പേരുണ്ട്, എനിക്ക് അവരോട് ഡിസ്കസ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നലെ എന്നോട് ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. നാളെ അൽഹംദുലില്ലാ ഇൻഷാ അല്ലാഹ് ഞാൻ ഇവിടെ സൗദിയിൽ ആദ്യമായിട്ട് ഞാൻ ക്ലാസ് എടുക്കാൻ പോവാണ്. മനസ്സിലായോ? ഇതെല്ലാം നമ്മളുടെ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് രണ്ടും എന്റെ അനുഭവമാണ്. പടച്ചവന്റെ മിറാക്കിൾ എന്ന് നമുക്ക് പറയാം, അല്ലെ? എനിക്കത് ആഗ്രഹമില്ല, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്നുവെങ്കിൽ എനിക്കിത് നടക്കുവോ? ഇല്ല. ഇല്ല. താൻ പാതി ദൈവം പാതി. ദൈവം പാതി. താൻ പാതി ചെയ്താലേ ആര് ചെയ്യുള്ളൂ? ദൈവം ചെയ്തു. ദൈവം പാതി എടുക്കോളൂ. വെറുതെ എടുക്കണോനെ പൊക്കിക്കൊണ്ട് ദൈവം വരുവോ? ഇല്ല, ദൈവം വരില്ല. ദൈവം പറഞ്ഞിട്ട് എന്താ പറഞ്ഞേക്കണേ? അള്ളാഹ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഐഷ മാം, നിങ്ങൾ എന്നോട് നടന്നെടുത്താൽ, ഖുറാനിൽ പറയുന്നുണ്ട്, നിങ്ങൾ എന്നോട് നടന്നെടുത്താൽ ഞാൻ നിങ്ങളോട് ഓടിയെടുക്കും. മനസ്സിലായോ? നിങ്ങൾ എന്നോട് നടന്നെടുത്താൽ ഞാൻ നിങ്ങളോട് ഓടിയെടുക്കും. ഞാൻ ഇത് ഇസ്ലാം പറയുന്നതല്ല കേട്ടോ. അതായത് ദൈവം പറയുന്ന ഒരു കാര്യമാ പറയുന്നത്. എല്ലാ മതസ്ഥർക്കും ഇത് ബാധകല്ലേ? അല്ലേ? നമ്മൾ ദൈവത്തോട് ചോദിക്കുക, നമുക്ക് തരും. നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്യുക. എനിക്ക് കഴിവില്ല, ഞാൻ ഇതിന് പോണില്ല, ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്, ഞാൻ പോയി കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് പറയും, ഞാൻ പോയി വീട്ടുകാരെന്ത് പറയും, ഇനി ഞാൻ പോയി ഇത് ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ എന്ത് പറയുന്നൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ, ഞാൻ പറയുന്നു, നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് പോവുള്ളൂ. ശരിയാണോ? ശരിയാണ്. നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് പോവുള്ളൂ. നമ്മളൊന്ന് കണ്ണു തുറക്കുക. നമ്മളുടെ ചുറ്റും അവസരങ്ങളുണ്ട്. നമ്മുടെ ചുറ്റും അവസരങ്ങളുണ്ട്. ഈ അവസരങ്ങളെ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യാം. നമ്മുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യാം. അവിടുന്ന് നമുക്ക് വിജയം തുടങ്ങുള്ളൂ. അവിടുന്ന് മാത്രമേ നമുക്ക് വിജയം തുടങ്ങുള്ളൂ. എനിക്ക് കഴിയൂല എന്ന് പറഞ്ഞിരുന്ന ആരും വന്ന് നമ്മളെ പൊക്കിക്കൊണ്ടു പോകില്ല. നമ്മുടെ ചുറ്റുമുള്ള അവസരം, ഞാൻ പൊക്കിക്കൊണ്ടു പോയി എന്റെ കൊച്ച്, നമ്മളുടെ അവസരങ്ങളെ ഉണ്ടല്ലോ, നമ്മൾ മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ട് പോവുക. നമ്മൾ ബോധപൂർവം ചിന്തിക്കണോന്നേ. ഈ കഴിവില്ല എന്ന് പറയുന്നിടത്ത് നമ്മൾ എന്ത് പറയണം? നാവുകൊണ്ട് എന്ത് പറയണം? ഒന്ന് പറഞ്ഞേ. കഴിയും. എനിക്ക് കഴിയും. മറ്റുള്ളവർ എന്ത് പറയുമെന്ന് ചിന്തിക്കുന്നിടത്ത് എന്ത് തന്നെ കഴിയും. എല്ലാവരും എന്നെ അംഗീകരിക്കുന്ന ഒരു ദിവസം വരും. ശരിയല്ലേ? ആണോ? അങ്ങനെ പറയണം. അങ്ങനെ പറഞ്ഞ് മനസ്സിനെ നമ്മൾ പഠിപ്പിക്കണം. എന്നെ മറ്റുള്ളവർ കളിയാക്കും, ഞാനിത് ഫെയിലായി പോയാൽ. നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കുണ്ട് കേട്ടോ ആ ചിന്ത. ഞാനൊക്കെ ഈ ഫീൽഡിൽ ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ അങ്ങോട്ട് കാശ് മുടക്കി ഞങ്ങൾ പ്രോഗ്രാം ചെയ്യായിരുന്നു. നമ്മുടെ എറണാകുളത്ത് വെച്ചിട്ട് ഒരു 3 സ്റ്റാർ ഹോട്ടൽ. ഒന്നുമല്ലാതിരുന്ന ഞാനും എന്റെ ടീമും, അങ്ങനെ തന്നെ പറയാം, ഒന്നുമല്ലാതിരുന്ന ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് ഇറക്കിയിട്ട്, അല്ലെങ്കിൽ വരുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് പേയ്മെന്റ് വാങ്ങി ആ കിട്ടുന്നത് മുഴുവൻ ഞങ്ങൾ ഹോട്ടലിൽ കൊടുക്കും. ഞങ്ങൾക്ക് ഒരു ലാഭവും ഇല്ല. എല്ലാവരും ഞങ്ങളെ കളിയാക്കി, നിങ്ങൾക്ക് വട്ടാണോ, എന്തിനായി കിട്ടുന്നതെന്ന് നിങ്ങൾ കൊണ്ടുപോയി അവിടെ കൊടുക്കുന്നത്, നിങ്ങൾ എവിടെയെങ്കിലും ചെറിയ ചെറിയ സ്ഥലത്ത് വെച്ച് നടത്തുന്ന നമ്മളോട് പറയും. ഞങ്ങൾ ഒരുപാട് പേരെ കളിയാക്കി. പക്ഷെ ഞങ്ങൾ ഇതൊന്നും മൈൻഡ് ചെയ്തില്ല. ഞങ്ങൾ എന്താ പറഞ്ഞെന്നറിയോ? ഒരു ദിവസം ഞങ്ങൾ സക്സസ് ആകും. അത് ഞങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഞങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച കാര്യം അത്. മനസ്സിലായോ? ഞങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഞങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച കാര്യമാണ്. ഒരു ദിവസം ഞങ്ങൾ സക്സസ് ആകും ഇൻഷാ അല്ലാഹ്, ദൈവം അനുഗ്രഹിച്ചാൽ എന്നുള്ളത് ഞങ്ങൾ ഞങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച പാഠമാണ്. ഇതുപോലെ നിങ്ങളും, ഇപ്പൊ ഞാൻ ഈ ഫീൽഡിൽ ഉണ്ടെന്നല്ലേ ഉള്ളൂ, ഇതുപോലെ നിങ്ങൾക്കും കഴിവുകളുണ്ട്. കഴിവില്ലേ? യെസ്, അതാണ് റോജി മാം,
അതാണ് കഴിവുണ്ട്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാവർക്കും കഴിവുണ്ട്. നമ്മളുടെ കഴിവിനെ നമ്മൾ കണ്ടെത്തുക, നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, അത് നമ്മൾ മുതലെടുക്കുക. അല്ലെ? ആരെയും തട്ടിക്കാനും വഞ്ചിക്കാനും അല്ലല്ലോ പറയുന്നത്, ആണോ? നമ്മളുടെ കഴിവുകളെ നമ്മളുടെ ഉള്ളിലെ നിധിയെ പ്രയോജനപ്പെടുത്തി നമ്മളുടെ മനസ്സിനെയും നമ്മളുടെ ഉപബോധ മനസ്സിനെയും നമ്മൾ എന്ത് ചെയ്യാ? ഉപയോഗിക്കുക. ഈ സബ് കോൺഷ്യസ് മൈൻഡിന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടെന്നല്ലേ വർഷങ്ങളായിട്ട് നമ്മൾ കേട്ട് വന്നത്. നീ ചെയ്യണ്ട, നീ ചെയ്താൽ ശരിയാവൂല, നീ പോയി കഴിഞ്ഞാൽ നിന്റെ കുടുംബം തകർന്നു പോകും, നിന്റെ കുടുംബം ശരിയാവൂല, നിന്റെ ഹസ്ബൻഡ് അങ്ങനെയായി പോകും, നിന്റെ മക്കളെ നന്നായി വളർത്താൻ കഴിയില്ല. ഇതൊക്കെ ആയിരിക്കാം ഒരു പക്ഷെ എല്ലാവരുടെയും ചുറ്റുപാട്. ആണോ? ആണോ? അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, അല്ലേ? ആണോ? സൈക്കോളജി പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിച്ചാല്, ഒരു കാര്യം തീവ്രമായിട്ട് ആഗ്രഹിച്ചാല് ഈ യൂണിവേഴ്സ് മൊത്തം നമ്മളുടെ കൂടെ നിൽക്കുന്ന പറയാം. ഈ ലോകം മുഴുവൻ നമ്മളുടെ കൂടെ നിൽക്കും. കേട്ടോ? നമ്മളൊരു കാര്യം വെറുതെ ആഗ്രഹിക്കല്ല, നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുക. അപ്പൊ ഈ ലോകം മുഴുവൻ നമ്മളുടെ കൂടെ നിൽക്കും. നമ്മുടെ കയ്യിൽ പൈസ വേണമെന്നില്ല, നമ്മുടെ കയ്യിൽ ആശയങ്ങൾ മതി. പൈസയൊക്കെ പുറകെ ആൾക്കാർ വരും. നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ തന്നെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുക. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള പ്രശ്നങ്ങളെ നമുക്ക് റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും. അതിനുള്ള ടെക്നിക്സ് നമുക്ക് പഠിക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് അഫർമേഷൻ എന്ന് പറയുന്നത്. എന്താണ് അഫർമേഷൻ എന്ന് വെച്ചാലുണ്ടല്ലോ, പോസിറ്റീവ് ടോക്ക്. നമ്മളെ തന്നെ നമ്മളൊന്ന് സ്വയം ബോധ്യപ്പെടുത്താണ്. നമ്മൾ എന്താണ് നമ്മളുടെ ഉള്ളിലുള്ള പോരായികളെ നമ്മൾ തന്നെ നമ്മളുടെ കോൺഷ്യസ് മനസ്സുകൊണ്ട്, നമ്മളുടെ ബോധ മനസ്സുകൊണ്ട് പറഞ്ഞ് എന്ത് ചെയ്യും? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ മാറ്റിയെടുക്കും. കേട്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് അഫർമേഷൻ പറഞ്ഞാലോ? എഴുതിയാലോ? ഓക്കെ, എടുത്തോ. ഫസ്റ്റ് എന്തിനാന്ന് വെച്ചാല് നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ. ഓക്കെ, ബൂസ്റ്റിംഗ് യുവർ കോൺഫിഡൻസ്. എഴുതിക്കോ. ബൂസ്റ്റിംഗ് കോൺഫിഡൻസ് ഓർ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായിട്ട്. ഇത് ചുമ്മാ പറയണതല്ല കേട്ടോ, ഇത് ചുമ്മാ പറയണതല്ല. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ ഒരു കാര്യം പറഞ്ഞായിരുന്നു. നമ്മൾ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ, നമ്മുടെ തലച്ചോറ് കൊണ്ട് നമ്മൾ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ തലച്ചോറിലെ ന്യൂറോൺസ് എന്ത് ചെയ്യും? ഫയർ ചെയ്യും. ഓർക്കണ്ടോ? ഓരോ ലൈറ്റ് ഇങ്ങനെ കത്തി പോകുന്നു പറഞ്ഞൊക്കെ ഓർക്കണ്ടോ? നമ്മൾ ചിന്തിക്കുമ്പോ നമ്മളുടെ ന്യൂറോൺസ് ഫയർ ചെയ്യും. ഒരെണ്ണം ഫയർ ചെയ്ത് അടുത്തതുമായി ഫയർ ചെയ്ത് ഇങ്ങനെ ഫയർ ചെയ്ത് എന്ത് ചെയ്യും? ന്യൂറോൺസ് ഫയർ ടുഗദർ വിച്ച് വയർ ടുഗദർ. അതെങ്ങനെയാവും? അത് അവിടെ ഒരു വയറ് പോലെ ഫോം ചെയ്യും. ഓർക്കണ്ടോ പറഞ്ഞത്? ചിന്തിക്കുമ്പോ ഓരോ കാര്യം, അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, എന്താണോ ചിന്തിക്കുന്നത്, ആ ചിന്തിക്കുന്നത് ഒരു ന്യൂറോൺ ഫയർ ചെയ്യും. നെക്സ്റ്റ് ഇങ്ങനെ തലച്ചോറ് മുഴുവൻ അതായിട്ട് വന്നിട്ട് അത് എന്താവും? അതിങ്ങനെ ന്യൂറോൺസ് ഫയർ ടുഗദർ വിച്ച് വയർ ടുഗദർ. അതൊരു വയർ പോലെ ഫോം ചെയ്തിട്ട് നമ്മളുടെ ഉള്ളിൽ അതൊരു ബിഹേവിയർ ആയിട്ട് മാറും. അതൊരു എന്തായി മാറും? അതൊരു ബിഹേവിയർ ആയിട്ട് മാറും. ഒരാള് സിഗരറ്റ് വലിക്കാൻ തുടങ്ങി. ഒരു ദിവസം വലിച്ചു, 2 ദിവസം വലിച്ചു, 3 ദിവസം വലിച്ചു. കുറച്ച് ദിവസം വലിക്കുമ്പോ അത് അവന്റെ എന്തായി മാറും? അതൊരു ബിഹേവിയർ ആയിട്ട് മാറും. അല്ലെ? അതുപോലെയാണ് എന്ത് കാര്യവും നമ്മൾ നല്ലത് ചെയ്യുക, നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക. അപ്പൊ ആ ബിഹേവിയർ എന്ന് പറയുന്നത് നല്ല രീതിയിലാവും. ഞാൻ അന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു. ഒരു കാട് പിടിച്ച പ്രദേശം, ആ കാട്ടിക്കൂടെ നമ്മൾ ആദ്യം പോകുമ്പോ എങ്ങനെയായിരിക്കും? ബുദ്ധിമുട്ടുണ്ടാവോ? ഉണ്ടാവും. നമ്മൾ ഒരു ദിവസം നടക്കുമ്പോ എന്ത് സംഭവിക്കും? അവിടെ കുറച്ച് തെളിഞ്ഞു വരും, അല്ലെ? രണ്ടാമത്തെ ദിവസം പോകുമ്പോഴോ കുറച്ചും കൂടി തെളിയും. ഇങ്ങനെ കുറച്ച് ദിവസം അടുപ്പിച്ച് ആ വഴിയെ പോയിക്കൊണ്ടിരിക്കുമ്പോഴോ ആ വഴി തെളിഞ്ഞു വരും. ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഇപ്പൊ നമ്മളുടെ മനസ്സെല്ലാം മൂടിക്കെട്ടി കിടക്കാണ്, അല്ലേ? ആണോ?
അതെ. അത് പതുക്കെ പതുക്കെ തെളിഞ്ഞു വന്നുണ്ടോ? ഉണ്ട്. ഈ പല ക്ലാസ്സിലായല്ലോ പലരുടെയും. അവിടുന്ന് എന്തെങ്കിലും വഴി പതുക്കെ വെട്ടി തുടങ്ങിയോ? ഉണ്ട്. അത് കാട് പിടിച്ച് അവിടെ തന്നെ വെച്ചേക്കാണോ അതിന്? അല്ല. അല്ല. അപ്പോ അതുപോലെ നമ്മളിപ്പോ ഈ അഫർമേഷൻസ് ഇല്ലേ, നമ്മൾ സ്വയം നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പോസിറ്റീവ് ടോക്ക് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ വഴി വെട്ടാൻ തുടങ്ങും. നമ്മുടെ ബ്രെയിനില് വഴി വെട്ടാൻ തുടങ്ങും. വഴി വെട്ടി 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 ഒരു 21 ദിവസം ആവുമ്പോഴേക്കും ഉണ്ടല്ലോ, നമ്മളുടെ കോൺഫിഡൻസ് അങ്ങ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടല്ലോ, നമ്മുടെ കോൺഫിഡൻസ് അങ്ങ് കൂടിയിട്ടുണ്ടല്ലോ, നമുക്ക് തന്നെ തോന്നുന്നേ നമ്മൾ ആരൊക്കെയോ ആയിന്ന്. മനസ്സിലായോ? നമുക്ക് തന്നെ തോന്നും നമ്മൾ ആരൊക്കെയോ ആയിന്ന് നമുക്ക് തോന്നണം. ഞാൻ വിചാരിക്കണേ ഞാനൊരു മണ്ടനാന്ന് ഞാൻ വിചാരിച്ച വേറെ ആരെങ്കിലും പറയോ നീ ബുദ്ധിമാനാന്ന്? ഇല്ല. സെൽഫ് ടോക്ക്, പോസിറ്റീവ് ടോക്ക് ഞാൻ കൊടുക്കണം എനിക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളതാണ് അഫർമേഷൻസ്. എഴുതിക്കോ. I can face all challenges. മലയാളത്തിൽ പറയണോ? You can face. I can face all challenges. അതായത് എനിക്ക് എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ കഴിയും. എന്താണ്? എനിക്ക് എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ കഴിയും. അങ്ങനെ പറയല്ലേ, കുറച്ചുകൂടി ഉഷാറായിട്ട് പറ. എനിക്ക് നമ്മൾ എല്ലാ നമ്മളോട് തന്നെ വെല്ലുവിളികളെയും പറയണതല്ലേ നേരിടാൻ കഴിയും. അല്ലേ? അന്നൊന്ന് ഉഷാറായിട്ട് പറഞ്ഞ് എല്ലാരും പറഞ്ഞേ, ഐ ക്യാൻ ഫേസ് ഓൾ ചലഞ്ചസ്. I can face all challenges. എല്ലാ വെല്ലുവിളി I can face I can face all അതൊന്നും കൂടെ. challenges. I can ഐ ക്യാൻ ഫേസ് ഓൾ ചലഞ്ചസ്. ഇത് ആരോടാ പറയണേ? നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിനോട്. നമ്മളോട് തന്നെ പറയാണ്. നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ സെറ്റ് ചെയ്യിക്കുകയാണ്, നമ്മൾ റീപ്രോഗ്രാം ചെയ്യിക്കുകയാണ് അല്ലേ? അപ്പൊ ആ പറയുന്നതിന് നല്ല ശക്തി ഉണ്ടാവണം കേട്ടോ. എന്ന് കരുതി അലറി വിളിക്കാനല്ല പറഞ്ഞത്. ഞാൻ അലറി വിളിക്കുമ്പോൾ അലറി വിളിക്കണ്ട, അതൊക്കെ പറഞ്ഞാ മതി. പക്ഷെ ആ പറയുന്നത് നമുക്ക് വേണ്ടിയാണ്. നമുക്ക് മാറണം, നമുക്ക് വഴി വെട്ടണം അല്ലേ? നമ്മളുടെ മൈൻഡില് ഒരു വഴി വെട്ടണം എന്നുള്ള ചിന്ത നമുക്ക് വേണം. എഴുതിക്കോ. അടുത്തത് എഴുതിക്കോ. രണ്ടാമത്തെ എഴുതിക്കോ. ഐ ആം സ്ട്രോങ്. ഐ ആം സ്ട്രോങ്. ഐ ആം സ്ട്രോങ്. സ്ട്രോങ്. ഞാൻ ശക്തിയുള്ളവനാണ്. ഞാൻ ശക്തിയുള്ളവനാണ്. ഐ ആം കേപ്പബിൾ. ഞാൻ കഴിവുള്ളവനാണ്. ഐ ആം സ്ട്രോങ്. ഐ ആം കേപ്പബിൾ. ഞാൻ ശക്തനാണ്. ഞാൻ കഴിവുള്ളവനാണ്. കഴിഞ്ഞോ? ഒന്ന് പറയാമോ? ഐ ആം സ്ട്രോങ്. And strong and capable. സ്ട്രോങ്. I'm strong. And capable. ജസ്റ്റ് നിങ്ങൾ നിങ്ങളൊന്ന് കണ്ണടച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോടൊന്ന് പറഞ്ഞേ, ഐ ആം സ്ട്രോങ്. And strong. I'm strong. ഐ ആം കേപ്പബിൾ. I'm capable. ഐ ആം കേപ്പബിൾ. And I'm capable. capable. ഞാൻ ശക്തനാണ്. ഞാൻ കഴിവുള്ളവനാണ്. ഞാൻ നിസ്സാരക്കാരനൊന്നും അല്ല കേട്ടോ. നിസ്സാരക്കാരനാണോ? അല്ല. അല്ല. അല്ലല്ലോ, ഇത് ഭയങ്കര കഴിവൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് എഴുതിക്കോ. മൂന്നാമത്തെ എഴുതിക്കോ. I believe in myself. I believe in myself. ഞാൻ എന്നിൽ വിശ്വസിക്കുന്നു. ഞാൻ എന്നിൽ വിശ്വസിക്കുന്നു. വിശ്വാസം വേണ്ടേ? വേണം. എനിക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ പിന്നെ എന്നെ ആരെങ്കിലും വിശ്വസിക്കുവോ? ഇല്ല. I believe in myself. പറയൂ. I believe in myself. സ്ട്രോങ് ആയിട്ട് പറയാം. I believe in myself.